നമസ്കാരം. കേരള ടൈംസ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ കാലവർഷം ശക്തമാകും. കാഫിർ കേസിൽ SIT നിശ്ചയിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കർണാടകയിൽ TK ശിവകുമാർ അധികാരമേറ്റു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ കാലവർഷം ശക്തമാകും. കേരളം ജാഗ്രതയിൽ. തെക്കുപടിഞ്ഞാറൻ മൺസൂർ ശക്തമാകുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട്, മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ആ മേഖലകളിൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴ ശക്തമായതോടെ ഡെങ്കിപ്പനി, എലിപ്പനി ഉൾപ്പെടെയുള്ള മഴക്കാല രോഗങ്ങൾക്കെതിരെ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. കാഫിർ കേസിൽ SIT നിയോഗിച്ച് മന്ത്രിസഭ. റൂറൽ SP-യുടെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് DYSP മനോഹരൻ അന്വേഷണ ഉദ്യോഗസ്ഥനായിരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് UDF-നെ പ്രതിക്കൂട്ടിലാക്കി വടകരയിലാണ് കേസിനാസ്പദമായ സംഭവം. എന്നാൽ LDF ഭരണകാലത്ത് യാതൊരു അന്വേഷണവുമില്ലാതെ പോകുന്നതിനിടയിലാണ് UDF അധികാരത്തിലേറിയതും ഇത്തരം കേസുകളിൽ ഇടപെടുന്നതും. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആലപ്പുഴ നവകേരള യാത്രയിലുണ്ടായ അനിഷ്ട സംഭവം അന്വേഷിക്കാൻ SIT-യെ നിയോഗിച്ചിരുന്നു. കർണാടകയിൽ TK ശിവകുമാർ മന്ത്രിസഭ അധികാരമേറ്റു. ലോക് ഭവനിൽ ഇന്ന് വൈകിട്ട് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ DK ശിവകുമാർ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായി Dr. G. പരമേശ്വരയും മറ്റു 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മലയാളിമാരായ KT ജോർജും ഖാദറും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. സിദ്ധരാമയ്യ മന്ത്രിസഭയിലുണ്ടായിരുന്നവരാണ് 13 പേരും. സിദ്ധരാമയ്യയുടെ മകൻ മാത്രമാണ് പുതിയ മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത പുതിയ മന്ത്രി. പ്രൗഢഗംഭീരമായ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, തെലുങ്കാന, ഹിമാചൽ പ്രദേശ്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവർ സന്നിഹിതരായിരുന്നു. എറണാകുളം മലയിടംതുരുത്തിൽ കുടിയൊഴിപ്പിക്കൽ ഉത്തരവ് ഉടനെ നടപ്പാക്കണമെന്ന് പെരുമ്പാവൂർ മുൻസിഫ് കോടതി ഓർമ്മിപ്പിച്ചു. എന്നാൽ സർക്കാർ നിയോഗിച്ച മന്ത്രി റോജിയുമായി നടത്തിയ ചർച്ചയിൽ യാതൊരു തീരുമാനവുമാകാതെ സർക്കാർ വലയുകയാണ്. തങ്ങൾ കാലങ്ങളായി താമസിക്കുന്നിടത്ത് നിന്ന് മാറുകയില്ല എന്ന ഒറ്റ വാശിയാണ് സമരക്കാർ പറയുന്നത്. 14 പ്രാവശ്യവും ഒഴിപ്പിക്കാൻ വന്ന കമ്മീഷനെ നടപടികൾ നടത്താതെ തടഞ്ഞ LDF സർക്കാർ നടപടി എടുത്തുപറഞ്ഞ് മുൻ MLA ശ്രീനിജൻ സതീശൻ മന്ത്രിസഭയെ വിമർശിച്ചു. സൗത്ത് ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിൽ വൻ തീപിടുത്തത്തെ തുടർന്ന് വിദേശികളടക്കം 21 പേർ മരണമടഞ്ഞു. 37 പേരെ രക്ഷപ്പെടുത്തി. ഇതിൽ 7 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. 6 മുറികൾക്ക് മാത്രം അനുമതിയുണ്ടായിരുന്ന ഹോട്ടലിൽ അനധികൃതമായി 25 മുറികൾ പണികഴിപ്പിച്ചിട്ടുണ്ടെന്ന് പരാതിപ്പെടുന്നു. പശ്ചിമ ബംഗാളിൽ TMC-യിൽ അനിശ്ചിതത്വം. 60 MLA-മാരുടെ പിന്തുണയോടെ വിമതനായ ഋതഭരത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി നിയമിച്ചു. മമതാ ബാനർജിയെ പിന്തുണയ്ക്കാൻ 8 MLA-മാർ മാത്രമായി. ഇതോടെ ബംഗാളിലെ ഉരുക്കു വനിത 28 വർഷത്തിനിടയിൽ രാഷ്ട്രീയ വെല്ലുവിളിയെ നേരിടുകയാണ്. കമ്മിറ്റികൾ പിരിച്ചുവിട്ടുകൊണ്ട് മമതാ ബാനർജി നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ക്രോക്കോച്ച് ജനതാ പാർട്ടി ശനിയാഴ്ച ഡൽഹിയിലെ ജലന്ധർ മന്ദിറിൽ പ്രഖ്യാപിച്ച സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന്
CJPയുടെ വക്താവ് വ്യക്തമാക്കി. അതേസമയം ശനിയാഴ്ച CJP പാർട്ടിയുടെ സ്ഥാപകനെ വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റഡിയിലെടുക്കാൻ ഡൽഹി പോലീസ് ഒരുങ്ങുന്നതായും വാർത്തയുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തിപ്പെടുത്തുന്നതിൽ കേരളത്തിൽ പരക്കെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് ജനങ്ങളിൽ അങ്കലാപ്പുണ്ടാക്കിയിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ LDFിലും അനിശ്ചിതത്വം തുടരുകയാണ്. പ്രധാന പാർട്ടിയായ CPI ഉപനേതൃത്വത്തിനായി കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടെ ഒട്ടും നടക്കില്ലെന്ന പിടിവാശിയിലാണ് CPM സെക്രട്ടറി. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടി വരുമെന്ന ഊഹാപോഹവും നിലവിലുണ്ട്. മന്ത്രി സണ്ണി ജോസഫിന്റെ ബന്ധുവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതിലും അനധികൃത സ്ഥലം മാറ്റത്തിലും പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ തവനീഷിന്റെ നേതൃത്വത്തിൽ തണൽ പദ്ധതിയുടെ ഭാഗമായി വാഴച്ചാൽ GWLP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കാനഡയിലെ നോർത്തേൺ വേൾഡ് വൈഡ് FC ഫാമിലി ഫാക്സിന്റെ സഹകരണത്തോടെ നടത്തിയ വിതരണ പരിപാടി തവനീഷിന്റെ സ്റ്റാഫ് കോർഡിനേറ്റർ അസിസ്റ്റന്റ് പ്രൊഫസർ നിവേദ്യ ഉദ്ഘാടനം ചെയ്തു. GWLP സ്കൂൾ പ്രധാനാധ്യാപിക അജിത പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി. തവനീഷ് സ്റ്റാഫ് കോർഡിനേറ്റർമാരും അസിസ്റ്റന്റ് പ്രൊഫസർമാരുമായ തൗഫീഖ്, ഡോക്ടർ വിഷ്ണു മോഹൻ, CL സിജി, സ്കൂൾ അധ്യാപികമാരായ ശ്രീജില, ലിജി മരിയ, തവനീഷ് ഭാരവാഹികളായ TM അഭിഷേക്, ജീസ് മരിയ ജോമി, അശ്വന്ത് ബാബു, ഐശ്വര്യ പ്രവീൺ, IA ശ്വേത എന്നിവർ നേതൃത്വം നൽകി. രാജ്യത്തെ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഏറെക്കാലമായ ആവശ്യമാണ് ജാതി തിരിച്ചുള്ള സെൻസസ് എന്ന KPMS. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമൂഹ്യ പുരോഗതിക്കുതകുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കണമെന്നും തടഞ്ഞുവെച്ച പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസാനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും KPMS സംസ്ഥാന ട്രഷറർ PA അജയ് ഘോഷ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. തൃശ്ശൂരിലെ ആളൂരിൽ നടന്ന നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. PN സുരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ TA വേണു, ശാന്ത ഗോപാലൻ, PV പ്രതീഷ്, അഡ്വക്കേറ്റ് VA അജീഷ് കുമാർ, KV ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. സർവീയം 2026 ജൂൺ 13 ചാലക്കുടിയിൽ. ഐക്യരാഷ്ട്ര സംഘടനയിൽ NGO ആയി പ്രവർത്തിക്കുന്ന ലോകത്തിൽ ഏറ്റവും അധികം രാജ്യങ്ങളിലും കേരളത്തിൽ എല്ലാ ജില്ലകളിലും സജീവ സാന്നിധ്യമുള്ള CLCയുടെ 1980 മുതലുള്ള ദേശീയ സംസ്ഥാന ഭാരവാഹികളായിരുന്നവരുടെ സംഗമം 2026 ജൂൺ 13 ശനിയാഴ്ച 11 മണിക്ക് ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പാരിഷ് ഹാളിൽ ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ ഉദ്ഘാടനം ചെയ്യും. കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തംവീട്ടിലിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഫാദർ ജോഷി കല്ലേലി, പ്രൊഫസർ ജോസഫ് C മറ്റം, അഡ്വക്കേറ്റ് ജോസഫ് അറങ്ങാശ്ശേരി, ശ്രീമതി റീത്ത ദാസ്, ശ്രീമതി സീന ജോസഫ്, ഇഗ്നേഷ്യസ് തോമസ്, OD വർക്കി എന്നിവർ പ്രസംഗിക്കും. സർവീയം 2026 എന്ന പേരിലുള്ള സംഗമം 4 മണിയോടെ സമാപിക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.